അടുത്തതായിട്ട് നമ്മുടെ കരുനാഗപ്പള്ളിയുടെ അഭിമാനം, കരുനാഗപ്പള്ളിയുടെ ചരിത്രകാരൻ പ്രൊഫസർ സുരേഷ് വർമ്മൻ സാറിനെ തപസ്യ കലാ സാഹിത്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ആർ അജയകുമാർ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. സമയക്കുറവുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി നമ്മുടെ സ്വന്തം കുരുമൂലി ശ്രീകുമാർ സാറിനെ ഞാൻ തന്നെ ആദരിക്കും. നമ്മുടെ ഇന്നത്തെ മഹത്തായ ഈ പരിപാടി വൻ വിജയമായി ചേർന്ന് വന്ന സന്തോഷമുണ്ട്. ഈ പരിപാടിയിൽ ആദ്യന്തം പങ്കെടുത്ത തപസ്യയുടെ ആത്മവാഹകരായ എല്ലാ പ്രിയപ്പെട്ട ബഹുമാന്യരായ സ്നേഹിതർക്കും കടപ്പാട് നന്ദിയും അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ഇവിടെ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികൾ ഈ പരിപാടിയിലെ കൃതജ്ഞത ഔപചാരികമായി രേഖപ്പെടുത്തുന്നതിന് കരുനാഗപ്പള്ളി തപസ്യ യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുഭാഷ് കടത്തൂരിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും വളരെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വളരെ സംശയങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിലും എവിടെയൊക്കെയോ ഒരു ചെറുതല്ലെങ്കിൽ കൂടി ഒരു തൃപ്തി നൽകുന്ന ഒരു ചർച്ചയും പ്രഭാഷണവും ഒക്കെ കഴിഞ്ഞാണ് നമ്മളിരിക്കുന്നത്. വിചാരിച്ചതിലും ഒരുപാട് പരിപാടി തുടങ്ങാൻ വൈകി, അതുകൊണ്ട് അധികം വാക്കുകളിലേക്ക് പോകുന്നില്ല. കൃതജ്ഞത രേഖപ്പെടുത്തുക എന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് കൃതജ്ഞത പറയേണ്ടുന്നത് ഇങ്ങനെ ഒരു ആശയം ഡോക്ടർ MG ശശിഭൂഷൺ സാറിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ചരിത്രോത്സവം പോലെ ഒരു പരിപാടി നടത്തണം എന്ന ആശയം ആദ്യമായിട്ട് ഞങ്ങളുടെ ഇടയിലേക്ക് കരുനാഗപ്പള്ളി തപസ്യയുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്ന എൻ്റെ ഒരു സുഹൃത്ത്, ഇന്ന് നമ്മുടെ തപസ്യയുടെ സാരഥി കൂടിയായ ശ്രീ ശരത്തിൻ്റെ അച്ഛൻ സുഖമില്ലാതെ നമ്മുടെ വൈകിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് കുറച്ച് ദിവസമായിട്ട്. അതുകൊണ്ടാണ് ശരത്തിന് വന്ന് സഹകരിക്കാൻ പറ്റാത്തത്. ഇങ്ങനെ ഒരു ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ശ്രീ ശരത്താണ്. ശരത്തിനുള്ള കൃതജ്ഞത ആദ്യം അർപ്പിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. അടുത്തത് ഏതൊരു പരിപാടി അല്ലെങ്കിൽ ഏതൊരു ആശയം വന്നാലും അതിനെ മുന്നോട്ട് നയിക്കുക, അതിനെ ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കണമെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. അതിന് തപസ്യ പോലൊരു സംഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം തപസ്യക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള കാടടച്ച് അല്ലെങ്കിൽ നാട് അടക്കിക്കൊണ്ടുള്ള വലിയ സാമ്പത്തിക സമാഹരണങ്ങളോ ഒന്നുമില്ല. തപസ്യയുടെ ആശയങ്ങളോട് ഇഷ്ടമുള്ള സ്നേഹമുള്ള ആൾക്കാർ സ്നേഹത്തോടെ തരുന്ന സഹായം കൊണ്ടാണ് തപസ്യയുടെ പല പരിപാടികളും നടന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള തപസ്യയുടെ വർഷങ്ങളായി തപസ്യയോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെ പറ്റി കൂടുതൽ അറിയാൻ കഴിയുക തപസ്യയിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നവർക്കാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളോടൊപ്പം ഞങ്ങളെ എല്ലാവരെയും ഈ തപസ്യയിലേക്ക് കൊണ്ടുവരികയും തപസ്യയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ കൊണ്ടുവരുന്ന ആശയങ്ങൾക്ക് ശക്തി പകർന്ന് കൂടെ നിൽക്കുകയും ചെയ്ത് ഇന്ന് ഈ പരിപാടി ഇങ്ങനെ അണിയിച്ചൊരുക്കുവാൻ ഞങ്ങളോടൊപ്പം ആദ്യം മുതൽ നിൽക്കുന്ന ശ്രീ രവികുമാർ ചേരിയിൽ ജനറൽ സെക്രട്ടറി കൂടിയായ രവിചേട്ടന് കൃതജ്ഞത അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടി നമ്മുടെ കൊല്ലം ജില്ല തപസ്യയുടെ കൊല്ലം ജില്ലയും കരുനാഗപ്പള്ളി യൂണിറ്റും ഒരേപോലെ ഒരു കൈ ഒരു മെയ് ചേർന്ന് നടത്തുന്ന പരിപാടിയാണ്.
അപ്പോൾ ഇന്നിവിടെ നമ്മൾ ആതിഥ്യം വരുന്നത് നമ്മളായിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ കർത്തവ്യങ്ങളും കുറച്ച് കൂടുതൽ കടമകളും ഉണ്ടെങ്കിലും ഇതിന് ഒരു ശക്തിയായി നിൽക്കേണ്ടത് എപ്പോഴും ജില്ലാ കമ്മിറ്റിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ തപസ്യയുടെ സംസ്ഥാന കമ്മിറ്റി. ഇപ്പോൾ ഇന്നിവിടെ ആമുഖ ഭാഷണം നടത്തിയ ശ്രീ അജയകുമാർ ഏട്ടൻ, സംസ്ഥാന സെക്രട്ടറി കൂടിയായ അജയകുമാർ ഏട്ടൻ നമുക്ക് ഈ പ്രോഗ്രാമിന് വേണ്ടുന്ന സഹായങ്ങൾ നൽകുകയും നമ്മളോടൊപ്പം ശക്തിയോടുകൂടി നമ്മളോടൊപ്പം നിൽക്കുകയും ചെയ്ത അജയകുമാർ ഏട്ടന് കൃതജ്ഞത അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ജില്ലാ അധ്യക്ഷൻ ഈ പ്രോഗ്രാമിൻ്റെ ആശയം വന്ന് ഇത് ശശിഭൂഷൺ സാറിൻ്റെ സമയം, ഞങ്ങളുടെ സമയം, തപസ്യയുടെ സമയം, ഇതെല്ലാം ഒത്തുവരുന്ന, നമ്മൾ നടത്താൻ പറ്റുന്ന ഒരു സ്ഥലവും സന്ദർഭവും സാഹചര്യവും എല്ലാം ഒത്തുവരുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഓരോ ദിവസവും നമ്മളെ വിളിച്ച് ഇതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളും അതിനോട് നമുക്ക് വേണ്ടുന്ന വാക്കുകൾ കൊണ്ടുള്ള ശക്തിയും പറഞ്ഞ് നമ്മളോടൊപ്പം അന്ന് മുതൽ ഇന്ന് വരെ നമ്മളോടൊപ്പം നിൽക്കുന്ന ജില്ലാ അധ്യക്ഷൻ കൂടിയായ ശ്രീ രാമാനുജൻ തമ്പി സാറിനുള്ള കൃതജ്ഞത അർപ്പിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സാഹചര്യം, ഇങ്ങനൊരു സ്ഥലം, ഇതിന് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മണിക്കൂറിനടക്കം മണിക്കൂർ ബേസിൽ പണം കൊടുത്ത് ചെയ്യേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ ഓരോ മണിക്കൂറിന് നമ്മൾ പണം അടച്ചാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിക്കേണ്ടി വരുന്നത്. പല പരിപാടികൾ, ചെറിയ ബർത്ത്ഡേ പാർട്ടി ആണെങ്കിൽ പോലും. അപ്പോൾ ഇങ്ങനത്തെ ഇന്ന് ഈ സ്ഥലം ഇവിടെ നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കി തന്ന ഡോക്ടർ കണ്ണൻ കന്നീറ്റി, തപസ്യയുടെ കരുനാഗപ്പള്ളി അധ്യക്ഷൻ കൂടിയായ ഡോക്ടർ കണ്ണൻ കന്നീറ്റി, അദ്ദേഹത്തിന് കൃതജ്ഞത അർപ്പിക്കുകയാണ്. ഇനി നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ എത്തിച്ചേരുന്നതിന് കാരണമായ ഒരു പേര് ഡോക്ടർ എം ജി ശശിഭൂഷൺ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വേണ്ടി നമ്മുടെ സമയം മാറ്റി വെച്ചുകൊണ്ടുവന്നു. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പല സംശയങ്ങളും ഒക്കെ ഉണ്ടാവും. എങ്കിൽ പോലും നമുക്ക് അടുത്ത ഒരു പടിയിലേക്ക് നമ്മൾ കടന്നു എന്നൊരു തോന്നലുണ്ടെന്നാണ് എൻ്റെ ഇത്രയും നേരം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ എൻ്റെ ഒരു ഫീൽ. ചരിത്രത്തെക്കുറിച്ച് അടുത്തൊരു പടിയിലേക്ക് കടന്ന ഒരു ഫീൽ വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി, തപസ്യയ്ക്ക് വേണ്ടി, തപസ്യയുടെ കരുനാഗപ്പള്ളി ഉള്ള തപസ്യയുടെ അംഗങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ എത്തി ഇത്രയും മനോഹരമായ, ഇത്രയും ശക്തമായ ചരിത്രത്തിൻ്റെ ഏടുകൾ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്ന ശ്രീ ഡോക്ടർ എം ജി ശശിഭൂഷൺ സാറിന് ആത്മാർത്ഥമായ കൃതജ്ഞത ഞാൻ അർപ്പിക്കുകയാണ്. എല്ലാവരുടെയും പേരിൽ, നമ്മളുടെ എല്ലാവരുടെയും പേരിൽ. അതോടൊപ്പം നമ്മുടെ തപസ്യയുടെ ഏത് പരിപാടിക്ക് വിളിച്ചാലും വരികയും കൃത്യമായിട്ട് വന്ന് നമ്മുടെ എല്ലാ പരിപാടികളിലും ഇതിനു മുമ്പും വന്ന് സഹകരിച്ചിട്ടുള്ള ആളാണ് ഡോക്ടർ സുരേഷ് മാധവ് സാർ. ഇന്ന് രണ്ട് ചരിത്രകാരന്മാരുടെ രണ്ട് രീതിയിലുള്ള അവരുടെ ചരിത്രാവതരണം നമ്മൾ കണ്ടു. കാര്യം പലതും അവിടെ ഇവിടെയൊക്കെ നമുക്ക് പല സംശയങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞവരുണ്ടെങ്കിൽ സുരേഷ് മാധവ് സാറിൻ്റെ പ്രഭാഷണവും നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. ഇന്ന് നമുക്ക് തപസ്യയ്ക്ക് വേണ്ടി ഇന്നിവിടെ സമയം കണ്ടെത്തി വരികയും നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കുകയും ചെയ്ത ശ്രീ സുരേഷ് മാധവ് സാറിന് കൃതജ്ഞത അർപ്പിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഇവിടെ മോഡറേറ്ററായ ശ്രീ കുരുമ്പോലിൽ ശ്രീകുമാർ സാർ, വളരെ കാലമായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നതാണ് കുരുമ്പോലിൽ ശ്രീകുമാർ സാറിനെ കൊണ്ട് നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള ചെറിയ വീഡിയോകൾ, കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ചെറിയ എല്ലാ കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലുള്ള ചെറിയ വീഡിയോകളൊക്കെ ചെയ്ത് അവതരിപ്പിക്കണം. പക്ഷെ പലപ്പോഴും ഞങ്ങളുടെ സമയം കൊണ്ടും ശ്രീകുമാർ സാറിൻ്റെ സമയം കൊണ്ടും ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനി അതിനുള്ളൊരു വഴി തുറക്കുകയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ട് കുരുമ്പോലിൽ ശ്രീകുമാർ സാറിന് കൃതജ്ഞത അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് ഇത്രയും സമയം വളരെ വിലപ്പെട്ട ഒരു ദിവസമാണ്.
നമുക്കെല്ലാവർക്കും ഒരു ദിവസം ഒരു അവധി കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഈ ദിവസം തപസ്യയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതിനും അതോടൊപ്പം നമ്മുടെ ചരിത്രം, നമ്മുടെ തന്നെ ചരിത്രം അറിയാൻ മാറ്റിവെച്ചതിനും നിങ്ങൾ കാണിച്ച നല്ല മനസ്സിനും ഈ അറിയാനുള്ള ആഗ്രഹത്തിനും എല്ലാം നിങ്ങൾക്ക് ഓരോരുത്തരോടും ഞാൻ ആത്മാർത്ഥമായ പ്രവൃത്തി നടത്തുന്നു. കരുനാഗപ്പള്ളി തപസ്യയുടെ സെക്രട്ടറി സ്ഥാനമാണ് അല്ലെങ്കിൽ ആ കർത്തവ്യമാണ് എന്നിൽ ഈ കാലഘട്ടത്തിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊരു പരിപാടി എൻ്റെ തൊഴിലിൻ്റെ തിരക്കുകൾ കൊണ്ട് എനിക്ക് എല്ലാ സമയവും ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കുറച്ച് ദിവസം മാത്രമേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം അണിയിച്ചൊരുക്കുന്നതിന് അല്ലെങ്കിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് സമയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ചെറിയ കാലയളവിൽ ഈ പ്രോഗ്രാം എൻ്റെ അസാന്നിധ്യത്തിൽ എൻ്റെ കൂടി കർത്തവ്യങ്ങൾ ഏറ്റെടുത്ത് എന്നെ പോലെ തന്നെ നിന്ന് ഞാനായും എന്നേക്കാൾ ശക്തമായി പ്രവർത്തിച്ച കുറച്ച് പേരുകൾ ഇവിടെ പറയാതെ പോകാതിരിക്കാൻ വയ്യ. അതിൽ ആദ്യത്തേത് ഞങ്ങളുടെ ശക്തിയായിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ 2 സ്ത്രീ ജനങ്ങളുടെ പേരുകളാണ്. അതിലൊന്ന് കരുനാഗപ്പള്ളി ഉപാധ്യക്ഷ ശ്രീജ ഗോപൻ, നല്ലൊരു കൈയടി കൊടുക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ കരുനാഗപ്പള്ളിയുടെ തപസ്യയുടെ ഭാരവാഹിയായ സരിതയ്ക്കും വളരെ നല്ലൊരു കൈയടി കൊടുക്കണം. പിന്നെ അതുപോലെ തപസ്യയിൽ വർഷങ്ങളായിട്ട് എന്നോടൊപ്പം സൗഹൃദത്തോടെ എന്നോടൊപ്പം വളരെ ശക്തമായി നിന്ന് തപസ്യയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ശ്രീ ആദിനാടെന്ന് നിങ്ങൾ പലരും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെടുന്ന ശ്രീ ജയചന്ദ്രൻ ആദിനാടിന് ആത്മാർത്ഥമായ കൃതജ്ഞത അർപ്പിക്കുകയാണ്. അതോടൊപ്പം തപസ്യയിലേക്ക് എത്തിയത് കുറച്ച് വൈകിയാണെങ്കിലും പക്ഷേ വളരെ ശക്തിയോടുകൂടി വളരെ ഊർജ്ജസ്വലതയോടുകൂടി ഈ ഒരു പരിപാടിക്ക് വേണ്ടി തൻ്റെ സമയവും എല്ലാം മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന തപസ്യയുടെ ശക്തനായ ഒരു ഭാരവാഹി കൂടിയായ ശ്രീ സീനോ പ്രഭാകരൻ, ഒരു കവി കൂടിയായ സീനോ പ്രഭാകരന് കൂടിയുള്ള കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ തപസ്യയുടെ സാരഥിയും കൊല്ലം ജില്ലാ സാരഥിയും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചിതനായ ഒരു വ്യക്തി തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ മണി കെ ചെന്താപ്പൂര് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ശ്രീ മണി കെ ചെന്താപ്പൂരിന് ഇന്നിവിടെ എത്തി നമ്മൾ ഇത്രയും നേരം നോക്കിയാൽ കാണാം, ഒരു പരാതിയില്ല, ഒരു പ്രശ്നം. വളരെ ആത്മാർത്ഥമായി ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന ശ്രീ മണി കെ ചെന്താപ്പൂർ എന്ന മഹാനായ കവിക്ക് ആത്മാർത്ഥമായ കൃതജ്ഞത അർപ്പിക്കുകയാണ്. പിന്നെ ഒരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്ത് അത് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഭാരവാഹികളല്ലാതെ തപസ്യയിലുള്ള അംഗങ്ങളുടെ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അവരിൽ ആരെങ്കിലും ഒരാൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം വന്നാൽ തീർന്നു, പിന്നെ അത് മുന്നോട്ട് പോകാൻ പാടാണ്. അങ്ങനെ എന്തൊരു പരിപാടി വന്നാലും എന്തൊരു ആശയം വന്നാലും അത് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ചെയ്യാമെന്ന് വളരെ ശക്തമായി പറയുന്ന ശ്രീ ബീന കെ തമ്പി ടീച്ചർ, അതുപോലെ തമ്പി സാറ്, ഇവർക്ക് 2 പേർക്കും ആത്മാർത്ഥമായ കൃതജ്ഞത അർപ്പിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ പരിപാടിയിൽ നാന്ദീഗീതം പാടിയ കുമാരി ആരാധ്യ കൃഷ്ണയ്ക്ക് തപസ്യയുടെ പേരിലുള്ള ആത്മാർത്ഥമായ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് നമസ്തേ.